ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഭഗവത്ഗീതയുടെ ക്ലാസ് ഇട്ടിരുന്നു. എല്ലാവരും ആ ക്ലാസ് കയറി കാണണം. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഭഗവാൻ അർജുനനോട് പറയുന്ന കാര്യമാണ് ദുഃഖം മാറാൻ എന്ത് ചെയ്യണം, എന്തുകൊണ്ടാണ് ദുഃഖമുണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങൾ ആദ്യമായി ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യമാണ്. ഭഗവത്ഗീതയിൽ ആദ്യമായി ഉപദേശിച്ചു കൊടുക്കുന്ന അതാണ്. അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കാണണം, മനസ്സിലാക്കണം, പഠിക്കണം. അതുപോലെ തന്നെ വേലായുധ സ്വാമിക്ക് നമ്മൾ എന്തിനാണ് നാരങ്ങാമാല കെട്ടിച്ചാർത്തുന്നത്, എത്ര നാരങ്ങ കൊണ്ടിട്ടാണ് മാല ഇടേണ്ടത് എന്നുള്ള ആ ഒരു വീഡിയോ ഉണ്ട്. അതും എല്ലാവരും കാണണം. അതനുസരിച്ചിട്ട് വേണം ഭഗവാനെ പ്രാർത്ഥിക്കാൻ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഉള്ള സംശയമാണ് എന്തിനാണ് ഒരു മാസത്തിൽ നമ്മൾ 2 വ്രതങ്ങൾ എടുക്കുന്നത്, ആ 2 വ്രതങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്. അതായത് ഇപ്പോൾ ഏകാദശി വരുന്നു, 2 ഏകാദശി വരുന്നു, പ്രദോഷം വരുന്നു, 2 പ്രദോഷം വരുന്നു, ഷഷ്ടി ഒരു മാസത്തിൽ 2 എണ്ണമുണ്ട്. എന്തിനാണ് ഇത് 2ഉം എടുക്കുന്നത്, 2ഉം എടുക്കാൻ പാടുണ്ടോ, അത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് കലണ്ടർ വെച്ച് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. കാണാത്തവരെല്ലാവരും അത് പോയി കാണണം. ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അതായത് മാർച്ച് 8-ാം തീയതി മഹാശിവരാത്രിയാണ്. അതിനെപ്പറ്റി പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട മറ്റൊരു വീഡിയോ ഉണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഭഗവാൻ മഹാദേവനെ നമ്മൾ ലിംഗരൂപത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാവരും പോയി കാണണം. കാരണം പലർക്കുമുള്ള അബദ്ധധാരണകളെല്ലാം മാറ്റി ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അത്യാവശ്യ ജ്ഞാനം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും പോയി കാണണം, പഠിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് എന്തിനാണ് നമ്മൾ ഓരോ മന്ത്രങ്ങളും 108 തവണ ജപിക്കുന്നത് എന്നുള്ളത്. ആ 2 വീഡിയോയും നിങ്ങളെല്ലാവരും കാണണം. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതെല്ലാവരും കാണണം. ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് അത് എടുത്ത് കാണാനായിട്ട് പറ്റും. കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാവരും കാണണം. അതുപോലെ തന്നെ ഇന്ന് പറയാൻ വന്നിരിക്കുന്ന മറ്റൊരു കാര്യം, നമുക്ക് ഇനി ഒരാഴ്ചയേ ഉള്ളൂ മഹാശിവരാത്രിക്ക്. അപ്പോൾ ജപിക്കാവുന്ന അത്രയും ദിവസങ്ങൾ എല്ലാവരും, അതായത് പരമാവധി അതിന് മുമ്പ് 7 ദിവസം, അതായത് നാളെ മുതൽ നിങ്ങൾ ജപിച്ചു തുടങ്ങിക്കോളൂ. എന്താണ്? ഉമാമഹേശ്വര സ്തോത്രം. അത് വളരെ വളരെ വിശേഷമാണ്. അത് ഞാൻ നമ്മുടെ ചാനലിൽ എഴുതി കാണിക്കാം. നിങ്ങളതൊരു പേപ്പറിനകത്തേക്ക് എഴുതിയെടുത്തിട്ട് നിങ്ങളെല്ലാവരും അത് 3 നേരവും ജപിക്കണമെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ 2 നേരമെങ്കിലും നമ്മൾ ജപിക്കുക. അതല്ലെങ്കിൽ 1 നേരമെങ്കിലും നമ്മൾ ജപിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ വളരെ വിശേഷപ്പെട്ട ഒരു സ്തോത്രമാണ് ഉമാമഹേശ്വര സ്തോത്രം. ഭഗവാനെയും ശ്രീപാർവതിയെയും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ആ സ്തോത്രമാണ് ഉമാമഹേശ്വര സ്തോത്രം എന്ന് പറയുന്നത്. അത് പാരായണം ചെയ്താൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുമെന്നും നമുക്ക് എല്ലാ സമ്പത്തുകളും ഉണ്ടാകുമെന്നും. അതായത് സമ്പത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ധനം മാത്രമല്ല. ധനവും ഒരു സമ്പത്താണ്, നമ്മുടെ ജീവിതവും ഒരു സമ്പത്താണ്, ജോലി ഒരു സമ്പത്താണ്, നമുക്കുണ്ടാകുന്ന കീർത്തികൾ അത് സമ്പത്താണ്, അതുപോലെ തന്നെ കുട്ടികൾ സമ്പത്താണ്, എല്ലാം നമുക്ക് സമ്പത്താണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പം ഇതെല്ലാം വിദ്യ സമ്പത്താണ്, എല്ലാം സമ്പത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സമ്പത്തുകളും നൽകി, അതായത് സർവ്വസമ്പത്തുകളും നൽകി നമ്മളെ ഉയർച്ചയുടെ പടവുകൾ കയറ്റി ഏറ്റവും അവസാനം നമുക്ക് ശിവലോകം പ്രാപ്യമാകും. അതായത് ഭഗവാന്റെ അടുക്കലേക്ക് നമ്മളെ എത്തിക്കും. അതായത് ഇനിയൊരു ജന്മം നമുക്കില്ല. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ഒരു മോക്ഷം ഉണ്ടാക്കുന്നതിന് ഈ ഉമാമഹേശ്വര സ്തോത്രം ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഇപ്പോൾ ശിവരാത്രി വരുന്നു. അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ടുള്ള ഒരാഴ്ച നിത്യേന ഇത് പാരായണം ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. ഭഗവാന്റെ പ്രീതി ലഭിക്കുന്നതിന് വളരെ നല്ലതാണ്. അപ്പം ഞാൻ എഴുതി കാണിക്കുമ്പോൾ നിങ്ങളതൊരു നോട്ട് ബുക്കിലേക്ക്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കി ജപിക്കാം. അതല്ലെങ്കിൽ ഇല്ലാത്ത ആളുകളെല്ലാവരും അത് ഒരു നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം ജപിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങേയറ്റം ഫലവത്തായ ഒരു നാമമാണ് ഉമാമഹേശ്വര സ്തോത്രം എന്ന് പറയുന്നത്. അതെല്ലാവരും ജപിക്കണം. ഇനി ഞാൻ എഴുതി കാണിക്കാം. അത് നിങ്ങളെല്ലാവരും നോക്കിക്കോളൂ. നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടവപുർധരാഭ്യാം നാഗേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. നമഃ ശിവാഭ്യാം സരസോത്സവാഭ്യാം
നമസ്കൃതാഭീഷ്ടവരപ്രദാഭ്യാം നാരായണേനാർച്ചിതപാദുകാഭ്യാം നമോ നമഃ ശങ്കരപാർവതീഭ്യാം. നമഃ ശിവാഭ്യാം വൃഷവാഹനാഭ്യാം വിരിഞ്ചി വിഷ്മീന്ദ്രസംഭൂജിതാഭ്യാം വിഭൂതിപാടീരവിലേപനാഭ്യാം നമോ നമഃ ശങ്കരപാർവതീഭ്യാം. നമഃ ശിവാഭ്യാം ജഗദീശ്വരാഭ്യാം ജഗത്പദീഭ്യാം ജയവിഗ്രഹാഭ്യാം ജംഭാരിമുഖ്യൈർ അഭിവന്ദിതാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. നമഃ ശിവാഭ്യാം പരമൗഷധാഭ്യാം പഞ്ചാക്ഷരീ പഞ്ചരരഞ്ജിതാഭ്യാം പ്രപഞ്ചസൃഷ്ടിസ്ഥിതി സംഹൃതാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. നമഃ ശിവാഭ്യാം അതിസുന്ദരാഭ്യാം അത്യന്തമാസക്ത ഹൃദയാംബുജാഭ്യാം അശേഷലോകൈകഹിതങ്കരാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. നമഃ ശിവാഭ്യാം കലിനാശനാഭ്യാം കങ്കാളകല്യാണവപൂർധരാഭ്യാം കൈലാസശൈലസ്ഥിത ദേവതാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. നമഃ ശിവാഭ്യാം അശുപാപഹാഭ്യാം അശേഷലോകൈകവിശേഷിതാഭ്യാം അകുണ്ഠിതാഭ്യാം ശ്രുതി സംസ്തുതാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. നമഃ ശിവാഭ്യാം രചിതാഭയാഭ്യാം രവിന്ദുവൈശ്വാനരലോചനാഭ്യാം രാകാശശാങ്കാഭമുഖാംബുജാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. നമഃ ശിവാഭ്യാം ജനമോഹനാഭ്യാം ജരാമൃതിഭ്യാം ച വിവർജിതാഭ്യാം ജനാർദ്ദനാബ്ജോദ്ഭവ പൂജിതാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. നമഃ ശിവാഭ്യാം വിഷമേക്ഷണാഭ്യാം ബിൽവച്ഛദാ മല്ലികദാമഭ്യഭ്യാം ശോഭവതി ശാന്തവതീശ്വരാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. നമഃ ശിവാഭ്യാം പശുപാലകാഭ്യാം ജഗത്രയീ സംരക്ഷണബദ്ധഹൃദ്യാം സമസ്തദേവാസുരപൂജിതാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. സ്തോത്രം ത്രിസന്ധ്യം ശിവപാർവതീയം ഭക്ത്യാ പഠേ ദ്വാദശകം നരോ യഃ സ സർവസൗഭാഗ്യഫലാനി ഭുങ്ക്തേ
ശതായുരന്തേ ശിവലോകമേതി.